ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാൽ എല്ലാം വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എല്ലാം വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ്നെസ് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് കൊള്ളേണ്ടതായിട്ടുണ്ടോ? എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനും കൂടെ നമ്മൾ പഠിക്കണം. ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനോടൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഇമോഷണൽ ഹെൽത്തും പേഴ്സണാലിറ്റിയും ഒക്കെ കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളെ ഒന്ന് തിരുത്താനോ ക്രമീകരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞെന്നോ ഒക്കെ വെച്ചിട്ട് അതൊന്നും പേഴ്സണലായിട്ട് എടുത്തങ്ങ് ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അധ്യാപകർ തന്നെ നമ്മളെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മളോട് സ്നേഹമില്ലാത്ത ആരും നമ്മളെ ശാസിക്കാനൊന്നും വരില്ല, നമ്മളെ തിരുത്താനൊന്നും വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം അങ്ങ് വ്യക്തിപരമായിട്ട് എടുത്തിട്ട് അതിനെ വലിയൊരു വൈകാരികമായിട്ട് എടുത്തിട്ട് അതിനോടൊക്കെ വലിയ വിരോധത്തോടെ പ്രതികരിക്കേണ്ട കാര്യങ്ങളില്ല. അതൊട്ടും ഹെൽത്തി അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ആരാണ് വളരുന്നതെന്ന് ചോദിച്ചാൽ നല്ല ക്രിറ്റിസിസമൊക്കെ സ്വീകരിക്കുക, അത് പോസിറ്റീവായിട്ട് എടുക്കുക, അതിന് വേണ്ട ചേഞ്ചസ് വരുത്താൻ തയ്യാറാകുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് ഒരു ഡെവലപ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നല്ല ഡെവലപ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എപ്പോഴും കരുത്തരായിട്ടുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോടും ഇടപെടുകയും അവർ തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ നിലനിർത്തുകയും ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ.